Hello guys, good evening. See the sunlight. It's nice. See guys, നമ്മുടെ അൽബിദ പാർക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത്. ഉണ്ടല്ലോ നമ്മുടെ പണ്ടത്തെ ഈ എന്താ പറയുക പുരാവസ്തു എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൂടിക്കിടക്കുന്ന കുറച്ച് ഏരിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാടുകളാണ് കേട്ടോ ഇവിടെ മുഴുവൻ. കാടല്ല, ഇത് സംരക്ഷിക്കുന്നതാണ്. ശരിക്ക് എന്താ പറയുക, പാർക്കായിട്ട് സംരക്ഷിക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, കാട് കയറി കിടക്കണം. നമുക്ക് സൺലൈറ്റ് ഉണ്ടോ, വെരി നൈസ് റൈസ്. ഇപ്പോൾ ഏകദേശം ഇവിടെ 4:34 കറക്റ്റ് ടൈം കേട്ടോ. ഉണ്ടോ ഈ സമയത്ത് ഇവിടുത്തെ ഇതുണ്ടോ, ഇത് മണ്ണ്, ഈ ഒരു ജാതി ഈ കളിമണ്ണ് പോലെ ഒരു മണ്ണാണ്. പക്ഷേ ഇതിവിടെ ഉള്ളതാണോ അതോ വല്ല ബിൽഡിങ് എന്തെങ്കിലും പൊളിച്ചിട്ടിട്ട് വന്നതാണോ ഒന്നും അറിയില്ല. ഉണ്ടോ കുറച്ചധികം ഏരിയ ഉണ്ട് ഇത്. ഉണ്ടോ കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ട് ഇതിങ്ങനെ, കുറച്ചധികം ഏരിയ ഉണ്ട്. ഒരുപാടില്ല എന്നാലും കുറച്ചുണ്ട്. ഉണ്ടോ കുറച്ചധികം പ്ലേസ് ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, കുറച്ച് ഏരിയയും കൂടെ ഉണ്ട് അവിടെ. ഉണ്ടോ ഇതിങ്ങനെ വഴിയാണ്, പാർക്കിലേക്കുള്ള വഴിയാണ് ഇതൊക്കെ. വഴി ചെറിയൊരു വഴിയാണ്. ഇവിടെ കുറേ വഴികളുണ്ട് കേട്ടോ. ഞാനതിൽ നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വഴിയിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രം. ഇതുണ്ട് ഈ സൈഡിൽ കൂടെ ഉള്ളതുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ഒരു തരം പുല്ലാണ്, ഈ കുറ്റി കുറ്റിയായിട്ടിരിക്കുന്ന ഒരു പുല്ല്. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനതൊക്കെ ഞങ്ങൾ അത് പറിച്ചിട്ട് അതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ടാവും, ആ കിഴങ്ങ് കഴിക്കുമായിരുന്നു കേട്ടോ. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ. ആ സൺലൈറ്റ് വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട്, നന്നായിട്ട് കാണാം. ഇന്നതുപോലെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഉണ്ടോ എല്ലാം കാടുകളാണ്. കാടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സംരക്ഷിക്കുന്ന കേട്ടോ, ഇത് നശിപ്പിക്കാനൊന്നും സമ്മതിക്കില്ല. ഇന്ന് ഫുൾ ആൾക്കാരുണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്, ഇലയിലൊക്കെ ആയിട്ട്. ഇതാണ് ശരിക്കും പാർക്കിലേക്ക് തിരിയുന്ന ഭാഗം. ഞാൻ അപ്പുറത്തുനിന്ന് കാണിച്ചില്ലായിരുന്നോ, അതിൻ്റെ കുറച്ച് ഏരിയ ഇത് കണ്ടോ. ആ ഒരു ഭാഗത്തിങ്ങനെ വട്ടം കൂടി കിടക്കുകയാണ് കുറേ ഏരിയ. അതുണ്ടോ ഒരു സൈസ് ചെടി. ഇതിപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ബൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു തരം ചെടി ഉണ്ടോ. ഇതിവിടെ ഒരുപാടുണ്ട് കേട്ടോ. അതാ ഇതിലൊക്കെ കിടപ്പുണ്ട്. ഒരു മങ്ങിയ ലൈറ്റ് പച്ച കളറ്. പിന്നെ കുറ്റിച്ചെടികൾ ഒക്കെ വേലിച്ചെടികളാട്ടോ ഇവിടുത്തെ. കുറച്ചിങ്ങനെ പാർക്കിലേക്ക് നടക്കുന്ന വഴിയാണ്. ഞാനൊന്ന് ഇങ്ങനെ ഇടവഴിയിലൂടെ ഒന്ന് വന്നാൽ ഇത് കുറേ ഏരിയ ഉണ്ട് കേട്ടോ, ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പം ഞാനൊരു സൈഡിൽ കൂടെ അങ്ങനെ വന്നതാണ്. എനിക്കിന്ന് ഇച്ചിരി ഓവർ ടൈം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞേച്ച് ഞാനിങ്ങനെ ഇറങ്ങിയതാണ്. ഓക്കെ കണ്ടോ, ഇന്നിവിടെ ഫുള്ള് ആൾക്കാരാട്ടോ ഗൈസ്, ഫുള്ള് ആൾക്കാരാണ്. അവർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. ഞാൻ ജസ്റ്റ് നിൽക്കണം കേട്ടോ, പാർക്കിൻ്റെ ഏരിയ ആണിത്. ഒരുപാട് ആൾക്കാർ ഇന്ന് ഇവിടെ എല്ലാ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്, ഫുള്ള് ജനങ്ങളാണ് ഇന്ന്, ഫുള്ള് ആൾക്കാരാണ്. കണ്ടോ കടലാസ് റോസ് വളരെ മനോഹരമായ കണ്ടോ. ഈ ഒരു സൈഡിൽ പുല്ല കണ്ടോ, നമ്മുടെ നാട്ടിലെ വയനാടൻ പുല്ല്. നമുക്കൊരു വെറൈറ്റി കളർ കിടക്കണമല്ലോ. റോഡാട്ടോ, ഇതിൽ നമുക്ക് ഇതിലെങ്ങനെ നടക്കാം. കുറച്ച് മുന്നോട്ട് പോവാം.
ഓക്കെ. ഇതിങ്ങനെ കുറേ നീളത്തിലുണ്ട് കേട്ടോ അങ്ങോട്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ഉണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു ചെടിയാണ് കേട്ടോ. എൻ്റെ സൈഡിൽ അതിൻ്റെ ഇടയിൽ കൂടെ പുല്ലും ഉണ്ട് കേട്ടോ. അതുണ്ടോ ചെടികളും കൂടെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇന്ന് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഫുൾ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ഓൾറെഡി ആയി. ടുഡേ വി ആർ വൈൻഡ് അപ്പ് ദ വീഡിയോ. പ്ലീസ് സപ്പോർട്ട് മീ, വാച്ച് ദ വീഡിയോ, subscribe and like. Okay, thank you.